അപ്പം ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. വാതിലൊക്കെ കൂട്ടി പോവാം. ഗൈസ് ഞങ്ങൾ ഒറ്റ മൈൻഡിൽ കോഫി അടിച്ചാൽ വന്ന് ഭയങ്കര ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. റിൻഷ മൊയ്തീൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെറിയ താത്താനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോകാം കേട്ടോ പ്രസവത്തിന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു കുട്ടി വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്നുള്ളത്. ഇതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റുമോയെന്നും പകുതി വെച്ച് നിൽക്കുമോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാനിത് എടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷെ എന്താ സത്യം പറയാമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ള് കാണുക, എന്താവും നമുക്ക് നോക്കാം. ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയണത് ഭയങ്കര ചടപ്പാട്ടോ. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് പിൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ബൈക്ക് വോയിസ് കൊടുക്കുമ്പോൾ വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ആരുമില്ലല്ലോ, ഇപ്പോഴും ആരുമില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു ചടപ്പാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ നമ്മളെല്ലാവരും മാറ്റി പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എൻ്റെ ചെറിയ താത്ത വിളിച്ചാണ് ഓല് ആസ്പത്രിയിൽ എത്തിക്കണം. ഞാൻ ഡോക്ടർ എന്താ പറയണത് നോക്കട്ടെ, ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെന്നാൽ മതി എന്നുള്ളത്. കാരണം വേറെ ഒന്നല്ല, ഓക്ക് വേദനയൊന്നുമില്ല, അഡ്മിറ്റിന് പറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് ഡോക്ടർ എന്താ പറയണത് നോക്കട്ടെ, അത്രേ ഉള്ളൂ. ഗൈസ് ഞങ്ങൾ പ്രതീക്ഷ തെറ്റിട്ട് പോവുകയാണ്. പ്രതീക്ഷ തെറ്റിയിട്ടില്ല. അപ്പം ഞാൻ അവിടുന്ന് കാണാം. 1:30 ഞങ്ങൾ പെരീന്ന് ആസ്പത്രിക്ക് വെച്ച് പിടിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് താത്താക്ക് ചോറ് വെച്ചിട്ട് വേണം ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറാനെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പ്ലേറ്റ് ഇടുന്നെടുത്തു. ഇറ്റങ്ങൾ നടത്തുമ്പോൾ അവൻ കണ്ടെത്തുന്ന ഈ ആസ്പത്രിക്ക് തറവാട് സ്വത്ത് ഇത് കൊടുത്താണ്. അത്ര കൂറ്റും ഷോ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് താത്ത ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകണം. അപ്പം അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ അല്ലാതെ എന്തുമില്ല. ഞാൻ അവിടെ ഉണ്ട്, അവിടെ വീഡിയോ ഉണ്ട്, അത് മസ്റ്റാ. താത്താണ് അതിൻ്റെ ഉള്ളിൽ കയറ്റി സങ്കടം മാറ്റാൻ വേണ്ടിക്കാണ്ട് ഞാനും ഇപ്പയും കുട്ടികളും പിന്നെ താത്ത രണ്ടാമത്തെ താത്തയും കൂടിയിട്ട് ബനാവിൽക്ക് അവിൽ മിൽക്ക് കുടിച്ചാൻ വേണ്ടി വന്നു. കുട്ടികൾക്കാണെങ്കിൽ 3 ചോക്ലേറ്റ് സ്കൂപ്പ് ഐസ്ക്രീമും ഞാനും ഫിലമോളും ഐസ്ക്രീം ഇട്ട സ്പെഷ്യൽ അവൽ മിൽക്കും ഇപ്പിൻ താത്തയാണെങ്കിൽ സാധാ അവൽ മിൽക്കുമാണ് കുടിച്ചിരിക്കുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. 129 ഞങ്ങളുടെ റൂം. അപ്പം നമ്മൾ ഇതിലങ്ങനെ തേരാപ്പാര നടക്കുക. വാവേ ഗൈസ് ഞങ്ങൾ ഒറ്റ മൈൻഡിൽ കോഫി അടിച്ചാൽ വന്ന് ഞങ്ങൾ 3 ആൾ മാത്രം നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കോഫി ഇങ്ങനെ കുടിച്ചാണ്. അങ്ങനെ ഞങ്ങൾ 3 കോഫി വാങ്ങി. ഞങ്ങൾ വന്നപ്പോൾ താത്താണ് നടക്കാൻ ഇറങ്ങി പുറത്ത് കുട്ടീന്. പിന്നെ ഞാനും ഓളും കുട്ടികളും കൂടിയിട്ട് നടത്തിന്. ഏകദേശം 2:30 തുടങ്ങിയിട്ട് 4:15 വണ്ടി നിന്ന്, അതായത് നടത്തം. നടക്കാണ് കുറേ നേരം നടക്കെടുത്തിട്ട് ഏകദേശം ഞങ്ങൾ ഈ ആശുപത്രി ഫുള്ള് കവർ ചെയ്തു. ഇവിടെ വരെ ഞങ്ങൾ എത്തി. ഇവിടെ 4-5 വട്ടം വരുന്നത്. ഐതിനെ പിന്നെ അവളെ ശരിക്കും ലേബർ റൂമിൻ്റെ ഉള്ളിൽ 4:30 കയറ്റി വൈകുന്നേരം. ഇനി എന്തായാലും അവളെ പ്രസവിച്ചിട്ടല്ലാതെ അവളെ പുറത്തേക്ക് ഇറക്കൂല. ആ സമയത്ത് ഞാൻ പിന്നെ ആസ്പത്രി കൂടെ അതിലിതിരി നടക്കാണ്. ഇത് വെറുതെ നടക്കല്ല, ഇത് കാര്യത്തിനുള്ള നടക്കാണ്. വെറുതെ നടക്കാൻ വെച്ചാൽ പിരാണ്ടാ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഫിദ, ഹാദി, ദിയാബി, ഐദു ഇവരൊന്നും കജ്ജ കിട്ടിയപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. പ്രസവിച്ച് ആദ്യമായിട്ടാണ് ഒരു കുട്ടീനെ കജ്ജ കിട്ടുന്നത് ഞാൻ കാണാൻ വേണ്ടി നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും വെച്ചിട്ടുണ്ട്. കാരണം ഓലത് എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ ഉണ്ടായപ്പോൾ ഇന്നെ കാണാൻ വേണ്ടിയിട്ട് അയച്ചില്ല. സ്കൂളിൻ്റെ ആ ഒരു കാരണം പറഞ്ഞു. പക്ഷേ ഇതിനതൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ പേരൊക്കെ അടച്ചു കൂട്ടിക്കാണ്ട് ആദ്യമായിട്ടാണ് ആസ്പത്രിക്ക് വരുന്നത്. താത്താനും ഇവിടെ കടത്തിയിട്ടോ, ആസ്പത്രി റൂം എടുത്ത് കടത്തി. പിന്നെ എന്താ പറയാൻ വാക്കാളില്ല. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു 7:20 നേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ഉണ്ടായിക്കണേന്ന്. അത് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിച്ചാൻ പറ്റൂല. ഞാൻ ആദ്യമായിട്ടാണ് പെറ്റ് കഴിഞ്ഞേക്കണം ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഒന്നാണ് ഇത്. ഒപ്പം ഈ ചെറുക്കനും. താത്താക്ക് പെണ്ണും കട്ടൻ ചായയും കൊണ്ടുകൊടുത്താൽ നേരെ പോയത് കോഫി അടിച്ചാനാണ്. ഇച്ചിന്ന് ഇവിടെ ഏറ്റവും ചിലവായത് കോഫിക്കില്ല പൈസന്. കാരണം ഞാൻ 8 ചായ മൊത്തം കുടിച്ചു. ചായല്ല കോഫി. ലാസ്റ്റ് വന്നപ്പോൾ പീടെ പൂട്ടി പോവുകയാണ്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞ് ഇടിപ്പിച്ചു, ഇത്ര കോഫി ഒന്നും ഒരു ദിവസം കുടിച്ചാൻ പാടില്ല വെച്ചാൽ. പക്ഷെ ഞാൻ നിർത്താൻ കുറേ വജ്ജ് നോക്കിയതാ, പറ്റണില്ല. നിർത്താൻ വല്ല വജ്ജുണ്ടാ. ഇത് കുട്ടീനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ താത്താന്റെ സന്തോഷമാണ്. ഓള് കുട്ടീനെ എത്ര കാലമായി കാത്തിക്കിട്ട് നിങ്ങൾക്ക് അറിയോ. ഒരു 9-10 നമ്മൾ പെരേക്ക് വന്നു. നമ്മൾ പോന്നപ്പോൾ താത്താന്റെ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറക്കിയിട്ടില്ല. വന്ന പാടും ഞാൻ കുറച്ച് ചോറ് വെച്ചേക്കണ്. ഞാൻ നേരെ എന്ത് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ വേണ്ടി തന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്. നല്ലൊരു ഫേസ് പാക്കാണ്. റിസൾട്ട് കിട്ടിയ സംഭവമാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്കിക്കളി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലിബാം അല്ല വാസ്ലിൻ ഉറങ്ങാം നമുക്ക്. ഗൈസ് അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 10:20 ഫിദി ആദ്യം ഉണ്ട് ഇവിടെ. വലിയ താത്ത അവിടെ നിന്നിക്കാണ്. പിന്നെ എമ്മയും ഞങ്ങളൊക്കെ ഇവിടേക്ക് പോന്നു. അവിടെ ഒരു കറുപ്പ് സാധനം കണ്ടോ, അത് റൂമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എല്ലാതും കഴിഞ്ഞു. ചോറൊക്കെ വെച്ച് ഞങ്ങൾ പോയിട്ട് കിടക്കട്ടെ. ഇപ്പോൾ നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആവണമെന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊരു സ്പെഷ്യൽ ആവണമെന്നില്ല. കാരണം നമ്മൾ സാധാരണ ദിവസത്തിൽ സംഭവിച്ചിട്ട് ഒരു തട്ടിക്കുട്ടി സംഭവം. കാരണം ഇത് ചിലർക്കൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് വലിയ സ്ഥാനമാണ്. കാരണം ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ഞാനിതൊരു ഫസ്റ്റ് വ്ളോഗ് തന്നെ ആക്കിയത്. നന്നായിക്കണോ ഇല്ല ഇതൊന്നും വെച്ചറിയില്ല. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എന്തൊക്കെയൊരു ചമ്മൽ. അതുകൊണ്ടാണ് അത് ഒരു സംഭവം. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.